സോ ഗൈസ് വെൽക്കം ബാക്ക് എയർ ആകാശിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മലയാള സിനിമയിലെ ടോപ്പ് 1 ഫസ്റ്റ് ഡേ കളക്ഷൻ എത്രയൊക്കെയാണ് അടിച്ചെന്നുള്ള ഒരു ഒരു അവലോകനമാണ്. സോ ഗൈസ് ലാലേട്ടൻ്റെ സിനിമയുടെ ഫസ്റ്റ് ഡേ കളക്ഷൻ പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും എമ്പുരാൻ ആളി കത്തും, ബോക്സ് ഓഫീസിൽ നിന്ന് കത്തും. കാര്യം ഇപ്പം തന്നെ 300+ ഫാൻ ഷോ കഴിഞ്ഞിരിക്കും. 300+, 6 മണിക്കുള്ള ഷോയാണ്, 300+ കഴിഞ്ഞിരിക്കുകയാണ്. നമുക്ക് ആദ്യം നോക്കാം. ആദ്യം മരക്കാറാണ് 20.1 കോടി രൂപയാണ്, 20.1 കോടി രൂപയാണ് ഫസ്റ്റ് ഡേ കളക്ഷൻ. രണ്ടാമത് ഇരിക്കുന്നത് കുറുപ്പാണ്. കുറുപ്പ് 19.2 കോടിയാണ്. കുറുപ്പ് എല്ലാവർക്കും അറിയായിരിക്കും, ദുൽഖറിൻ്റെ പടമാണ്. മൂന്നാമതും ലാലേട്ടൻ്റെ പടമാണ്. 18.1 കോടി രൂപയാണ് ഫസ്റ്റ് ഡേ കളക്ഷൻ. അടുത്ത് ടെർബോ ആണ്. ടെർബോ 16.2 കോടിയാണ്. അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആടുജീവിതമാണ്. ആടുജീവിതം 16.4 കോടിയാണ്. പിന്നീട് അടുത്ത് കിങ് ഓഫ് കൊത്ത ദുൽഖറിൻ്റെയാണ്, 15.5 കോടിയാണ്. അടുത്തത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലൂസിഫർ ഫസ്റ്റ് ഡേ 14.8 കോടി കളക്ഷനാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ലൂസിഫറിന് ശേഷം ലൂസിഫറിൻ്റെ 2 വരാൻ പോവാണ് എമ്പുരാൻ എന്തായാലും സകല ബോക്സ് ഓഫീസും റെക്കോർഡ് ബോക്സ് ഓഫീസ് യാതൊരു മാറ്റമില്ല. ലൂസിഫറിന് ശേഷം ഭീഷ്മപർവമാണ്. 12.5 കോടിയാണ്. അതിനുശേഷമാണ് മലയക്കോട്ടെ വാലിബൻ 12.2 കോടിയാണ്. അടുത്ത് CBI 5 അറിയാലോ, CBI 5 അത് 10.9 കോടി. ഇതൊക്കെയാണ് ടോപ്പ് ടണ്ണിലുള്ളത്. ഇനി റെക്കോർഡ് ലോഡിങ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എമ്പുരാൻ. സോ ഗേസ് മറക്കണ്ട, മാർച്ച് 27 എമ്പുരാൻ ലോഡിംഗ് ആണ്. ഫസ്റ്റ് ഡേ 6 മണിക്കുള്ള ഷോ തന്നെ 300+ ഷോ കഴിഞ്ഞു. 300+ ഫാൻ ഷോ കഴിഞ്ഞു. ഇനിയും ദിവസങ്ങളുണ്ട്. ഇനിയും ഫാൻ ഷോ കൂടിക്കൊണ്ടിരിക്കുകയാണ്. 300+ കഴിഞ്ഞ്. പിന്നെ അതുപോലെ തന്നെ ബുക്ക് മൈ ഷോയിൽ 200K എന്തോ 200 സംതിങ് 200 കഴിഞ്ഞെന്നാണ് തോന്നുന്നത്. ഫസ്റ്റ് അതും നല്ല രീതിയിൽ റേറ്റിംഗ് ആണ്. പിന്നെ പേടിഎം വഴി നമുക്ക് ബുക്ക് ചെയ്യാം. അങ്ങനെ എന്തുകൊണ്ടും മൊത്തത്തിൽ എമ്പുരാൻ ബോക്സ് ഓഫീസ് ഹിറ്റ് തന്നെ അടിക്കും. കാര്യം ഇപ്പോൾ തന്നെ നല്ല രീതിയിലുള്ള ഹിറ്റാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. കാര്യം ഒരുപാട് രീതിയിലും കേരളത്തിന് പുറത്തും ഇല്ലാതെ കേരളത്തിന് പുറത്തും അകത്തും നല്ല രീതിയിൽ റീച്ചാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ തന്നെ UK ഒരു വീഡിയോ വന്നായിരുന്നു. അങ്ങനെ കുറേ അതിന് ടീസറും കാര്യങ്ങളും. അങ്ങനെ മൊത്തത്തിൽ എമ്പുരാന് വേണ്ടി ഒരുപാട് പേര് വെയിറ്റിംഗ് ആണ്. നമുക്ക് എന്തായാലും കാത്തിരിക്കാം. നമ്മുടെ ഗൂഗിളും ചേട്ടൻ വന്ന ആ പക്ക ടൈമിംഗ് ആയിരുന്നു. ഇല്ലെങ്കിൽ ഡേറ്റ് മാറ്റി വയ്ക്കുക, അങ്ങനെ കുറേ ഇഷ്യൂ കാര്യങ്ങളൊക്കെ കുറേ പേര് സോഷ്യൽ മീഡിയയിൽ ഫേക്ക് ന്യൂസ് സ്പ്രെഡ് ചെയ്ത്. അതൊന്നും നടക്കില്ല. വരുമെന്ന് പറഞ്ഞാൽ രാജാവിൻ്റെ വരവ് മറക്കണ്ട. മാർച്ച് 27 രാജാവ് വന്നിരിക്കും. രാജാവ് വരികയും ചെയ്യും, ബോക്സ് ഓഫീസ് തൂക്കി അടിക്കുകയും ചെയ്യും. ഇനി ഒന്ന് മാത്രമേ കാണാനുള്ളൂ, ബോക്സ് ഓഫീസ് നിന്ന് കത്താതിരുന്ന കൊള്ളാം. അമ്മാതിരി തൂക്കിയടിയായിരിക്കും. സകല റെക്കോർഡും തകർക്കാനായിട്ടാണ് വരുന്നത്. പിന്നെ കളിയാക്കിയവരും ട്രോൾ ഉണ്ടാക്കുന്നവരൊക്കെ അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയുള്ളൂ. കാര്യം വരുന്നത് രാജാവാണ്. സോ ഗൈസ് മറക്കണ്ട, മാർച്ച് 27 ബോക്സ് ഓഫീസ് തൂക്കിയടി. പുറത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പൊന്നളിയാ കിടുക്കാച്ചിയായിരിക്കും. ഒന്നാമത്തെ കാര്യം കേരളത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡ്രഗ്സ്, പിന്നെ അങ്ങനത്തെ ഭയങ്കര വിഷയമായിട്ട് നടക്കുകയാണ്. അതിനെതിരെക്കുറിച്ചൊക്കെയാണ് എമ്പുരാൻ പറഞ്ഞിട്ടുള്ളത്. ലൂസിഫർ പറഞ്ഞു. ലൂസിഫർ എന്ന് വെച്ചാൽ നാർക്കോട്ടിക്സ് ഡേർട്ടി ബിസിനസ്. എന്നിട്ട് അത് കത്തിച്ച് കളയാണ്. അറിയാമല്ലോ, നിങ്ങൾ ആ സിനിമ കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ അതിനെക്കുറിച്ച് എന്തായാലും ഈ സിനിമ പറയുന്നുണ്ടായിരിക്കും. എമ്പുരാൻ എന്തായാലും പറയും. ലൂസിഫറിനെ കുറിച്ച് ജാൻവിക്ക് ഇത് കൊടുത്തതൊക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും. പക്ഷേ ഇത് എന്തായാലും ഓൾമോസ്റ്റ് കുറേ പേര് കാത്തിരിക്കുന്നതായിരിക്കും. നമുക്കെന്തായാലും കാത്തിരിക്കാം. മാർച്ച് 27 ബോക്സ് ഓഫീസ് കത്താതിരുന്നാൽ കൊള്ളാം. എന്തായാലും കത്തും, അത് യാതൊരു മാറ്റവും ഇല്ല. എന്തായാലും നമുക്ക് കാണാം എത്ര കോടിയാണ് കത്താൻ പോകണമെന്ന്. കാത്തിരിക്കാം ഗൈസ്. നിങ്ങളും കാത്തിരിക്കുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. നിങ്ങൾ 6 മണിക്കുള്ള ഷോയ്ക്കാണ് കയറുന്നതെങ്കിൽ അതും കമൻറ്റ് ചെയ്യുക. ഓക്കേ, ബൈ.